രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ ഭിന്നത പുറത്ത്. രാഹുൽ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് ദൌർഭാഗ്യകരമെന്ന് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചവാൻ. കൂടുതൽ വിവരങ്ങളുമായി കെ.ബി. ശ്യാം പ്രസാദ് ചേരുന്നു. ശ്യാം, ഇപ്പോൾ കോൺഗ്രസിന് അകത്തുനിന്ന് തന്നെ അപസ്വരം ഉയർന്നിരിക്കുന്നു. കൂടുതൽ ഇതുപോലുള്ള എതിർസ്വരങ്ങൾ നമുക്ക് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട്, വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാമോ? എന്തൊക്കെയാണ് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അശ്വതി, രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നിന്നിരിക്കുന്ന ആരോപണങ്ങളും അതോടൊപ്പം തന്നെ പ്രത്യക്ഷമായിട്ടുള്ള വിമർശനങ്ങളും എല്ലാം തന്നെയാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി കൂടിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ പൃഥ്വിരാജ് ചവാനാണ് ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായും ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് ദൌർഭാഗ്യകരമാണെന്നും അതോടൊപ്പം തന്നെ ബി.ജെ.പി. ദുർബലമായ കേരളത്തിൽ പോലും രാഹുൽ ഇങ്ങനെ മത്സരത്തിന് നേരിടുന്നുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ പൃഥ്വിരാജ് ചവാൻ ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും ഇടതുപക്ഷത്തോട് രാഹുൽ മത്സരിക്കാൻ ഇറങ്ങിയത് തന്നെ ദൗർഭാഗ്യകരമാണെന്നുള്ള ഒരു ഇത് തന്നെയാണ് പ്രധാനമായും പൃഥ്വിരാജ് ചവാന്റെ വാക്കുകളിലൂടെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരു മത്സരം തന്നെ വേണ്ടിയിരുന്നുള്ള വാക്കുകളും എല്ലാം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് പ്രധാനമായും ബി.ജെ.പിക്ക് ഇത്തരത്തിൽ ദുർബലമായ കേരളത്തിൽ മത്സരിക്കുന്നത് ഇത്തരത്തിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ വളരെയധികം ഒരു ആശങ്കയും അതൊരു തെറ്റായ സന്ദേശം നൽകുന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് പൃഥ്വിരാജ് ചവാന്റെ വാക്കുകളിലെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്നത്. ഇത്തരത്തിൽ ഈ കോൺഗ്രസ് നേതാക്കൾക്കിടയിലുള്ള അതൃപ്തി തന്നെയാണ് ഇപ്പോൾ പരസ്യമാക്കി പൃഥ്വിരാജ് ചവാന്റെ വാക്കുകളിലൂടെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി കൂടിയായ പൃഥ്വിരാജ് ചവാൻ പ്രധാനമായും ഇത്തരത്തിൽ ഹൈക്കമാൻഡും രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എല്ലാം തന്നെ പ്രിയപ്പെട്ട ഒരു നേതാവ് കൂടിയായിരുന്നു. ഈ നേതാവിന്റെ പൃഥ്വിരാജ് ചവാന്റെ വാക്കുകളിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന പുറത്തു വന്നത്. കോൺഗ്രസ് ക്യാമ്പിൽ തന്നെ ആകെ ആശങ്ക പടർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. പ്രധാനമായും പൃഥ്വിരാജ് ചവാൻ ഇത്തരത്തിൽ ആരോപണങ്ങൾ മറനീക്കി കോൺഗ്രസിനുള്ളിൽ തന്നെ ആരോപണങ്ങൾ മറനീക്കി വരുമ്പോൾ ഇതിന് പ്രധാനമായും മറ്റു കാരണങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. പ്രധാനമായും പൃഥ്വിരാജ് ചവാന്റെ വാക്കുകൾ വരുന്നതിന് മുമ്പ് തന്നെ കെ.പി.സി.സി നേതൃത്വമായിരുന്നു ഇത്തരത്തിൽ രാഹുലിനെ വയനാട്ടിലേക്ക് സ്ഥാനാർത്ഥിയായി ഇറക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുൻകൈ എടുത്തിരുന്നത്. രാഹുൽ ഇത്തരത്തിൽ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മത്സരിക്കണമെന്നുള്ള കാര്യമായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ മുന്നോട്ട് വെച്ചത്. പ്രധാനമായും അത് ഗുജറാത്തിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മറ്റ് കർണാടക ഉൾപ്പെടുന്ന മറ്റ് സംസ്ഥാനങ്ങളിലോ മത്സരിക്കണമെന്നായിരുന്നു ആദ്യം ഇക്കാര്യങ്ങളെല്ലാം തന്നെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ കെ.പി.സി.സിയുടെ ഒരു പിടിവാശി മൂലമാണ് രാഹുലിനെ വയനാട്ടിലേക്ക് ഇത്തരത്തിൽ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇത് കെ.പി.സി.സി നേതൃത്വത്തിലെ പല നേതാക്കൾക്കിടയിലും ഇത്തരത്തിൽ ഒരു രഹസ്യ ചർച്ചകളും അതോടൊപ്പം തന്നെ മറ്റ് മുതിർന്ന നേതാക്കൾക്കിടയിൽ ഹൈക്കമാൻഡിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന മുതിർന്ന നേതാക്കൾക്കിടയിൽ ഒരു അഭിപ്രായ സ്വരതയ്ക്കും കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിന്നിരുന്നു. പ്രധാനമായും കെ.പി.സി.സിയുടെ പിടിവാശി തന്നെയാണ് ഇത്തരത്തിൽ രാഹുലിനെ വയനാട്ടിലേക്കുള്ള സ്ഥാനാർത്ഥിത്വം ഹൈക്കമാൻഡിനടുത്തുള്ള ഏറ്റവും മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇത്തരത്തിൽ പരോക്ഷമായും പ്രത്യക്ഷത്തിലുമെല്ലാം തന്നെ ഇത്തരത്തിലുള്ള രഹസ്യം പറച്ചിലുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും രാഹുലിന്റെ ഈ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കോൺഗ്രസിനുള്ളിലെ ഇത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറികൾ ഇത്തരം മറനീക്കി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പൃഥ്വിരാജ് ചവാന്റെ വാക്കുകളിലൂടെ എന്ന് തന്നെ നമുക്ക് വ്യക്തമായ സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. പ്രധാനമായും കോൺഗ്രസിനോട് ഇത്തരത്തിൽ കോൺഗ്രസ് മത്സരിക്കാൻ വയനാട്ടിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ ബി.ജെ.പിയാണ് മുഖ്യ ശത്രുവായി കാണുന്നതെങ്കിൽ ബി.ജെ.പി ദുർബലമായ ഒരു കേരളത്തിൽ ഇത് മത്സരിക്കേണ്ടില്ലെന്ന് തന്നെയാണ് പൃഥ്വിരാജ് ചവാന്റെ വാക്കുകളിലൂടെ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഒന്നാം യു.പി.എ സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു അഴിമതി പോലും പുരളാത്ത ഒരു പൃഥ്വിരാജ് ചവാന്റെ ഈ വാക്കുകളെ കോൺഗ്രസ് ക്യാമ്പും ഇപ്പോൾ സശ്രദ്ധയോടെ വീക്ഷിക്കുകയുമാണ്. ഇതിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് ചില മുതിർന്ന നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ നമ്മൾ ഇന്ന് തന്നെ പ്രധാനമായും ഒരു കെ.പി.സി.സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വാക്കുകൾ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇക്കാര്യം മനസ്സിലാകുകയും ചെയ്യും. അപ്രിയ സത്യങ്ങൾ തുറന്നു പറയുന്നതിൽ വിഷമമുണ്ട്, ഇത് ചില സന്ദർഭങ്ങളിൽ ഞാൻ തുറന്നു പറയാം എന്ന് മുല്ലപ്പള്ളി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എല്ലാം തന്നെ ഇതിനോട് കൂട്ടുവായിക്കേണ്ട, രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി കൂട്ടുവായിക്കേണ്ട ഒന്ന് തന്നെയാണ്. പ്രധാനമായും രാഹുൽ കർണാടകയിലോ അല്ലെങ്കിൽ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്കായിരുന്നു ആദ്യം മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ.പി.സി.സി നേതൃത്വത്തിന്റെ ഒരു പിടിവാശി തന്നെയാണ് രാഹുൽ വയനാട്ടിലേക്ക് എത്താൻ പ്രധാന കാരണമായി തീർന്നത്. ശ്യാം, ഈ ദേശീയ നേതൃത്വത്തിൽ നിന്ന് തന്നെ, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കലാപക്കൊടി ഉയരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലാവുകയല്ലേ? അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും കേരളത്തിലെ നേതൃത്വം തന്നെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് ഒന്നുന്ന ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കൂടുതൽ അനിശ്ചിതാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ചില മുതിർന്ന നേതാക്കൾ, കേരളത്തിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പ് പറഞ്ഞുകൊണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതും. ഇക്കാര്യങ്ങളെല്ലാം തന്നെ വാക്കുകളിൽ കൂടി മുഴുനീള പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം വളരെയധികം ശരിവെക്കുന്ന രീതിയിലായിരുന്നു മാധ്യമങ്ങളോട്
മാധ്യമങ്ങളോട് പ്രസ്താവനകൾ നടത്തിയിരുന്നത്. ഇതെല്ലാം തന്നെ KPCC നേതൃത്വത്തിന്റെ ഒരു പിടിവാശി ഹൈക്കമാൻഡിന് മുന്നിൽ ഇവർ ഉയർത്തുകയും ഇത്തരത്തിൽ രാഹുൽ തന്നെ മത്സരിക്കണമെന്ന് ഇവർ പിടിവാശി ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഏറെക്കുറെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം അവസാനമായി വയനാട്ടിൽ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ BJP-ക്കെതിരായ ഒരു മത്സരം കാഴ്ചവെക്കുന്നതിന് രാഹുൽ കർണാടകയിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ മത്സരിക്കണമെന്നായിരുന്നു ആദ്യം തന്നെ ഹൈക്കമാൻഡിനോട് അടുത്തുള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇത്തരത്തിൽ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് KPCC നേതൃത്വത്തിന്റെ ഒരു പിടിവാശി തന്നെയാണ് ഇത്തരത്തിൽ ഹൈക്കമാൻഡിനോട് ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ യോഗങ്ങളിലും അതോടൊപ്പം തന്നെ ചർച്ചകളിലെല്ലാം തന്നെ കേരളത്തിലെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതോടൊപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല ഇവരെല്ലാം തന്നെ ഇത്തരത്തിൽ രാഹുൽ വയനാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാകുന്നുള്ള കാര്യത്തിലേക്ക് ഇത്തരത്തിൽ ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു രാഹുലിനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കാൻ ഏറെക്കുറെ KPCC നേതൃത്വം പിടിവാശി പുറപ്പെടുവിച്ച് രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കുകയും ചെയ്തത്. ശ്യാം, ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് പോര് നിലനിന്നിരുന്ന ഒരു മണ്ഡലമായിരുന്നു വയനാട്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അത് കണ്ടതുമാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും ഉൾപ്പെടെയുള്ളവർ പറയുന്നത് വയനാട്ടിലേക്ക് രാഹുൽ വരുന്നുവെന്നത്. എന്നാൽ KV തോമസും PC ചാക്കോയും പ്രത്യക്ഷത്തിൽ തന്നെ പറയുകയുണ്ടായി ഇവിടെ നടക്കുന്നത്, കേരളത്തിൽ നടക്കുന്നത് ഗ്രൂപ്പ് വീതം വെക്കലാണെന്ന്. ഇപ്പോൾ അതാ ദേശീയ നേതൃത്വത്തിൽ നിന്ന് പോലും അത്തരത്തിലൊരു അപസ്വരം ഉയർന്നുവരുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുക? അശ്വതി, ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ ഏറെക്കുറെ മുന്നിൽ നിൽക്കുന്ന കോൺഗ്രസിൽ ഗ്രൂപ്പുകൾക്ക് ആദ്യം തന്നെ രാഹുൽ വയനാട്ടിലേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു ആദ്യം തന്നെ ഇവർ നിശ്ചയിച്ചിരുന്നത്. തുടർന്ന് ഇത്തരത്തിൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഭിന്നത ഇത്തരത്തിൽ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോകാൻ വഴിവെക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് KPCC നേതൃത്വത്തിനോട് ഇത്തരത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ഇക്കാര്യത്തിൽ രാഹുൽ വയനാട്ടിലേക്ക് സ്ഥാനാർത്ഥിയായി വരണമെന്നുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തത്. തുടർന്നാണ് ഇക്കാര്യത്തിൽ ഗ്രൂപ്പുകളുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിൽ ഇത്തരത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അടിസ്ഥാനത്തിലൂന്നിയുള്ള ഒരു നേതാവിനെ തന്നെ ഇത്തരത്തിൽ ഇറക്കേണ്ട ഒരു സാഹചര്യം ഹൈക്കമാൻഡിന് മുന്നെത്തുകയും തുടർന്ന് ഹൈക്കമാൻഡിന് തന്നെ ഇത്തരത്തിൽ തീരുമാനമെടുത്തുകൊണ്ട് KPCC നേതൃത്വത്തിന്റെയും ഇത്തരത്തിൽ ചർച്ചകളിലൂടെയും ഇത്തരത്തിൽ KPCC നേതൃത്വം ഉണർത്തിയ ഈ ഒരു അഭ്യർത്ഥനയുടെയും പുറത്ത് തന്നെയാണ് രാഹുൽ വയനാട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം തന്നെ ഇത്തരത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് മേലെയാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടലുകൾ തന്നെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് വയനാട്ടിലൂടെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ KPCC നേതൃത്വം നേടിയെടുത്തത്. ശരി ശ്യാം, വ്യക്തമാണ്. വയനാട്ടിലെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് തന്നെ മുതിർന്ന നേതാക്കളുടെ അപസ്വരങ്ങൾ പ്രത്യക്ഷമായി തന്നെ ഇപ്പോൾ പുറം ലോകത്തെത്തിയിരിക്കുന്നു. വിവരങ്ങളാണ് ശ്യാം ന്യൂസ് ഡെസ്കിൽ നൽകിയത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ PC ചാക്കോയ്ക്കെതിരെ ഒളിയമ്പുമായി KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിലെ അപ്രിയ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ചില നേതാക്കൾക്ക് വേദനിക്കും എന്നായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. അപ്രിയ സത്യങ്ങൾ തുറന്നു പറയേണ്ട ചില സന്ദർഭങ്ങൾ ഉണ്ടാകുമെന്നും ആ സമയത്ത് അത് തുറന്നു പറയുമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു. പ്രസിഡന്റ് തുറന്നു പറയുമ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും ഏതെങ്കിലും തരത്തിൽ സങ്കടപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവും. ചിലപ്പോൾ അപ്രിയ സത്യങ്ങളായിരിക്കും. സത്യങ്ങൾ ചിലപ്പോൾ പറയാൻ നിർബന്ധിതമാകുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും. ആ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ എല്ലാ നാടകങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞിരിക്കും. വ്യക്തമാകാനായിട്ടില്ല. സന്ദർഭം വരുമ്പോൾ ഞാൻ വ്യക്തമാക്കും. നിങ്ങൾക്ക് ഓരോ ദിവസവും സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാതെ തന്നെ കൂടുതൽ സൂചനകൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് വാസ്തവം. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉന്നയിച്ച ആരോപണത്തെ പിന്തുണയ്ക്കാതെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അതൊക്കെ മുല്ലപ്പള്ളിയോട് തന്നെ ചോദിക്കണം എന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. കേന്ദ്രത്തിൽ മതനിരപേക്ഷ സർക്കാർ ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന്റെ പിന്തുണ വേണ്ടിവരില്ലേ എന്ന ചോദ്യത്തിന് അത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യം എന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. അദ്ദേഹം അടുത്ത ദിവസം വരുന്നുണ്ട്, അദ്ദേഹത്തോട് ചോദിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ടാണ് രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ ക്ഷണിച്ചത്. ഒരഭിപ്രായ വ്യത്യാസം ആ കാര്യത്തിൽ അത് അന്നേരം ആലോചിക്കാവുന്ന നിലപാടാണ്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നിലപാട്. ദേശീയ തലത്തിൽ ഞങ്ങൾക്ക് തന്നെ ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇന്ത്യയിലെ എല്ലാ മതേതര കക്ഷികളെയും യോജിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. പല കാരണങ്ങൾ കൊണ്ടും പല സ്ഥലങ്ങളിലും അത്ര യോജിപ്പുകൾ ഉണ്ടാകാതിരിക്കുന്നുണ്ട്, UP പോലുള്ള സംസ്ഥാനങ്ങളിൽ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? RSSന്റെയും BJPയുടെയും അജണ്ട നടപ്പാക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ പുറത്താക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ കോൺഗ്രസ് എന്നും മതേതര ശക്തികളെ ശക്തിപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കേരളത്തിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷം ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളിയാണ്. ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ എതിരാളി UDF-മാണ്.
വയനാട് സീറ്റിൽ പ്രചാരണം ശക്തമാക്കി ഇടതുപക്ഷം. വയനാട് അടക്കം കേരളത്തിലെ 20 സീറ്റിലും ഇടതുപക്ഷം വിജയിക്കുമെന്നും സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കി. പടക്കളത്തിൽ നിന്ന് ഒളിച്ചോടുന്ന പടനായകനാണ് രാഹുൽ ഗാന്ധിയെന്നായിരുന്നു SRPയുടെ പ്രതികരണം. ഇരിക്കുന്ന കമ്പിൽ കോടാലി വയ്ക്കുന്ന ബുദ്ധിയാണ് രാഹുലിനെന്ന് VS അച്യുതാനന്ദനും വ്യക്തമാക്കി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാടടക്കം കേരളത്തിലെ 20 സീറ്റിലും ഇടതുപക്ഷം വിജയിക്കുമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മാവേലിക്കരയിലെ ഇടത് സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം മാന്നാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു യെച്ചൂരി. You have the Congress deciding to put the Congress president to contest from Kerala, from a seat, Wayanad, where there is no BJP. What is the signal being given? That in today's political conditions, the signal being given by the Congress is the left is the principal enemy and not the BJP. What is the point in contesting a seat where the BJP doesn't even exist in terms of an electoral strength? രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ആരുടെ താൽപര്യം സംരക്ഷിക്കാനെന്ന് വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇടതുപക്ഷമാണ് പ്രധാന ശത്രു എന്ന സന്ദേശമാണ് ഇതിലൂടെ കോൺഗ്രസ് നൽകുന്നത്. യഥാർത്ഥത്തിൽ BJP നേരിടാനല്ല കോൺഗ്രസ് നീക്കം. അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. രാജ്യത്തിലെ കുത്തക മുതലാളിമാർക്ക് പ്രധാന ശത്രുവാണ് ഇടതുപക്ഷം. കോർപ്പറേറ്റുകൾക്ക് പ്രധാന ശത്രുവാണ്. കാരണം ഇവരെല്ലാം ആഗ്രഹിക്കുന്ന പോലെ വളർന്നു കൊടുക്കാൻ തയ്യാറുള്ള ഒന്നല്ല ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തെ നേരിടാൻ, ഇടതുപക്ഷത്തോട് മത്സരിക്കാൻ ഇവിടെ രാഹുൽ ഗാന്ധി വന്നു എന്ന് പറയുന്നത് ആരുടെ താല്പര്യം എന്നത് അവർ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. പടക്കളത്തിൽ നിന്ന് ഒളിച്ചോടുന്ന പടനായകനാണ് രാഹുൽ ഗാന്ധി. ദേശീയ തലത്തിൽ മതനിരപേക്ഷ കൂട്ടായ്മയെ കോൺഗ്രസ് തകർക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വന്ന മതനിരപേക്ഷ സർക്കാരിൽ ജൂനിയർ പങ്കാളിത്തം മാത്രമായിരിക്കും കോൺഗ്രസിനുണ്ടായിരിക്കുകയെന്നും S രാമേന്ദ്രൻപിള്ള പറഞ്ഞു. പടക്കളത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്നു. ഇവിടെ ഇത് കാണിക്കുന്നത് ഇവിടെ BJPയെ സഹായിക്കുന്ന സമീപനമാണ് ഈ കോൺഗ്രസ് ഉടനീളം സ്വീകരിച്ചിരിക്കുന്നത്. BJPക്കെതിരായ ഒരു ഉറച്ച നിലപാട് വടക്കേന്ത്യയിൽ എടുക്കാൻ ഈ കോൺഗ്രസിനാവുന്നില്ലേ? ഇരിക്കുന്ന കൊമ്പിൽ കോടാലി വെക്കുന്ന ബുദ്ധിയാണ് രാഹുലിനെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ. ഇന്ത്യ നേരിടുന്നത് BJP എന്ന വലിയ വിപത്തിനെയാണ്. എന്നാൽ രാഹുൽ വയനാടൻ ചുരം കയറി വരുന്നത് ഇടതുപക്ഷത്തോട് മത്സരിക്കാനാണെന്നും VS ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. രാഹുൽ ഗാന്ധിക്കെതിരെ മതകാർഡ് ഇറക്കി മോദിയുടെ വിമർശനം. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം ഹിന്ദു മേഖലയിൽ നിന്നുള്ള ഒളിച്ചോട്ടമെന്ന് നരേന്ദ്രമോദി. അതേസമയം വയനാട് സ്ഥാനാർത്ഥിത്വത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾക്കും പ്രതിപക്ഷ കക്ഷികൾക്കും എതിർപ്പ്. BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നതാണ് രാഹുലിന്റെ വയനാട് സ്ഥാനാർത്ഥിത്വമെന്ന് ആം ആദ്മി പാർട്ടിയും ചൂണ്ടിക്കാട്ടി. AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിനെ വെട്ടിലാക്കുന്നു. രാഹുൽ ഗാന്ധിയിൽ ഏറെ സ്വാധീനമുള്ള കേരള നേതാക്കളായ AK ആന്റണിയും KC വേണുഗോപാലും സങ്കുചിത രാഷ്ട്രീയം കളിച്ചുവെന്ന വിമർശനം ഒരു വിഭാഗം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അഹമ്മദ് പട്ടേലിനെ പോലുള്ളവർ മത്സരിക്കരുതെന്ന അഭിപ്രായം രാഹുലിനോട് പറഞ്ഞിരുന്നു. പാർട്ടിയിൽ സഖ്യങ്ങളുടെ ചുമതലയുള്ള AK ആന്റണി പ്രതിപക്ഷത്തിന്റെ വിശാല സഖ്യത്തിന് തന്നെ പ്രശ്നമുണ്ടാകുന്ന തരത്തിൽ തീരുമാനമെടുത്തെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. വയനാട് സ്ഥാനാർത്ഥിത്വം BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുമെന്ന് ആം ആദ്മി ചൂണ്ടിക്കാട്ടി. BJP ശക്തമായ സംസ്ഥാനങ്ങളിൽ മത്സരിക്കുന്നതിന് പകരം BJP ഇല്ലാത്ത സംസ്ഥാനത്ത് മത്സരിക്കുന്നത് ശരിയല്ലെന്ന് ആം ആദ്മി നേതാവും മന്ത്രിയുമായ ഗോപാൽ റായ് പറഞ്ഞു. അതേസമയം BJP ആകട്ടെ അമേഠിയിൽ നിന്ന് രാഹുൽ ഭയന്നോടുന്നു എന്ന പ്രചാരണത്തിനപ്പുറം ഹിന്ദു മേഖലയിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് വയനാട് സ്ഥാനാർത്ഥിത്വം എന്ന നിലയിൽ പ്രചാരണം ആരംഭിച്ചു. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തി. शांतिप्रिय हिंदू समाज को, भाईचारे की जिंदगी जीने वाले हिंदू समाज को, पूरे विश्व को परिवार मानने वाले हिंदू समाज को आतंकी कह दिया, आतंकवाद हिंदू के साथ जोड़ दिया. इसके कारण अब उनकी हिम्मत नहीं पड़ रही है कि जहां पर मेजोरिटी के लोग रहते हैं वहां चुनाव लड़ने की हिम्मत नहीं है. ये आतंकवादी हिंदू की सजा उनको मिल चुकी है और इसलिए भाग करके जहां मेजोरिटी माइनॉरिटी में है वहां शरण लेने के लिए मजबूर हो गए. BJP വിമർശനം വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തിരിച്ചടിയാകുമെന്ന ഭയം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണമായി BJPയും സഖ്യകക്ഷികളും വയനാട് സ്ഥാനാർത്ഥിത്വം ഉയർത്തിയാൽ പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടാകുമെന്നും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു.
ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇപ്പോൾ പൊന്നാനിയിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. രാജ്യം നേരിടുന്ന തെരഞ്ഞെടുപ്പ് അതീവ പ്രാധാന്യമുള്ളതാണ് എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞതാണ്. ഈ തെരഞ്ഞെടുപ്പ് ഇതിനു മുൻപ് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അത് തുടരണോ വേണ്ടയോ എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ തീരുമാനിക്കാൻ കഴിയുമെന്നതാണ്. ഒരു കാര്യം പച്ചയായി പറയാൻ, സംഘപരിവാറിൻ്റെ ആശയം പച്ചയായി പറയാൻ BJPയുടെ പാർലമെന്റ് അംഗമായ സാക്ഷി മഹാരാജ് തയ്യാറായിട്ടുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കും, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവും, പിന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത്. അതൊരു വിടുവായത്തമായി കണക്കാക്കേണ്ടതല്ല. സംഘപരിവാറിൻ്റെ ആശയമാണ് അദ്ദേഹത്തിൻ്റെ നാക്കിലൂടെ പുറത്തു വന്നത്. നമ്മുടെ രാജ്യം വലിയ തോതിൽ അഭിമാനിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ രാജ്യം പുലർത്തുന്ന മതനിരപേക്ഷതയും ഇവിടെ പുലരുന്ന ജനാധിപത്യ വ്യവസ്ഥിതിയും നാം അംഗീകരിച്ചിട്ടുള്ള പാർലമെൻ്ററി ജനാധിപത്യവുമൊക്കെ. എന്നാൽ ഇതിനോടൊന്നിനോടോ താല്പര്യമില്ലാത്ത RSS ആണ് രാജ്യത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന BJPയെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷത അപകടപ്പെടുത്താൻ നടത്തുന്ന നീക്കം, ജനാധിപത്യം ഇല്ലായ്മ ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങൾ, പാർലമെന്ററി ജനാധിപത്യം ഉപേക്ഷിക്കാനുള്ള നീക്കങ്ങൾ, ഇതെല്ലാം സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മതനിരപേക്ഷത നമ്മുടെ രാജ്യത്തെ ഇതേപോലെ നിലനിർത്തുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരുപാട് മതങ്ങളും ഒട്ടേറെ ജാതികളും നമ്മുടെ രാജ്യത്തുണ്ട്. പൊന്നാനിയിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിന് തത്സമയ സംപ്രേഷണമാണ് ഇതുവരെ കണ്ടത്.